വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 12-ാം അധ്യായം. റഹോബോവാമിന്റെ ഭരണം സ്ഥിരപ്പെടുകയും സുശക്തമാവുകയും ചെയ്തപ്പോൾ അവനോടൊപ്പം ഇസ്രായേൽക്കാർ മുഴുവനും കർത്താവിന്റെ നിയമം ഉപേക്ഷിച്ചു. അവർ കർത്താവിനോട് അവിശ്വസ്തത കാട്ടിയതിനാൽ റഹോബോവാമിന്റെ ഭരണത്തിന്റെ 5-ാം വർഷം ഈജിപ്ത് രാജാവായ ഷീഷാക്ക് ജെറുസലേമിനെതിരെ കയറി വന്നു. 1200 രഥങ്ങളും 60,000 കുതിരപ്പടയാളികളും ഒപ്പമുണ്ടായിരുന്നു. ലിബിയക്കാരും സൂക്കിയക്കാരും എത്യോപ്യക്കാരുമായി ഈജിപ്തിൽ നിന്ന് അവനോടൊപ്പം വന്ന ജനം അസംഖ്യമായിരുന്നു. അവർ യൂദായിലെ കോട്ട നഗരങ്ങൾ പിടിച്ചടക്കുകയും ജെറുസലേം വരെ എത്തുകയും ചെയ്തു. പ്രവാചകനായ ശെമയ റഹോബോവാമിന്റെയും ഷീഷാക്കിനെ പ്രതി ജെറുസലേമിൽ സമ്മേളിച്ച യൂദാ പ്രഭുക്കന്മാരുടെയും അടുത്തു വന്ന് അവരോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഷീഷാക്കിന്റെ കൈകളിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ടു. അവർ പറഞ്ഞു, കർത്താവ് നീതിമാനാണ്. അവർ എളിമപ്പെട്ടു എന്ന് കർത്താവ് കണ്ടു. അപ്പോൾ കർത്താവിന്റെ വചനം ശെമയായിലൂടെ ഇപ്രകാരം ഉണ്ടായി: അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ അവരെ നശിപ്പിക്കുകയില്ല. ഞാൻ അവർക്ക് ചെറിയ രീതിയിൽ മോചനം നൽകും. ജെറുസലേമിൽ എന്റെ ക്രോധം ഷീഷാക്കിന്റെ കരത്താൽ ചൊരിയുകയില്ല. എന്നാലും അവർ അവന് ദാസന്മാരായി തീരും. അങ്ങനെ എന്നോടുള്ള ശുശ്രൂഷയും ഭൂമിയിലെ രാജ്യങ്ങളോടുള്ള ശുശ്രൂഷയും അവർ വിവേചിച്ചറിയും. ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് ജെറുസലേമിനെതിരെ കയറി വന്ന് കർത്താവിന്റെ ആലയത്തിലെ നിധികളും രാജകൊട്ടാരത്തിലെ നിധികളും എടുത്തു. അവൻ സകലതും കൊണ്ടുപോയി സോളമൻ നിർമ്മിച്ച പൊൻപരിചകളും എടുത്തു. റഹോബോവാം രാജാവ് അതിനു പകരം പിച്ചള പരിചകൾ നിർമ്മിച്ച് രാജകൊട്ടാരത്തിന്റെ കാവൽക്കാരുടെ നേതാക്കന്മാരെ ഏൽപ്പിച്ചു. രാജാവ് കർത്താവിന്റെ ആലയത്തിൽ വരുമ്പോൾ കാവൽക്കാർ അത് വഹിച്ചു വരികയും പിന്നീട് കാവൽപുരയിൽ തിരിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു. അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ കർത്താവിന്റെ ക്രോധം സമൂലനാശത്തിനിടവരുത്താതെ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു. യൂദായിൽ കാര്യങ്ങൾ നന്നായിരുന്നു. റഹോബോവാം രാജാവ് ജെറുസലേമിൽ നിലയുറപ്പിക്കുകയും ഭരിക്കുകയും ചെയ്തു. തന്റെ ഭരണം ആരംഭിക്കുമ്പോൾ റഹോബോവാമിന് 41 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 17 വർഷം ഭരിച്ചു. തന്റെ നാമം സ്ഥാപിക്കുന്നതിന് ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത നഗരമാണത്. അവന്റെ അമ്മോൻകാരിയായ അമ്മയുടെ പേര് നാമ എന്നായിരുന്നു. ഹൃദയപൂർവ്വം കർത്താവിനെ അന്വേഷിക്കാൻ കൂട്ടാക്കാതെ അവൻ തിന്മ പ്രവർത്തിച്ചു. റഹോബോവാമിന്റെ പ്രവൃത്തികളുടെ ആദ്യാവസാനം ശെമയ പ്രവാചകന്റെ നടപടികളിലും ദീർഘദർശി ഇദ്ദോയുടെ ഏടുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. റഹോബോവാമിന്റെയും ജെറോബോവാമിന്റെയും യുദ്ധങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. റഹോബോവാം തന്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന്റെ സ്ഥാനത്ത് അവന്റെ പുത്രനായ അബിയ ഭരണമേറ്റു. 2 ദിനവൃത്താന്തം 13-ാം അധ്യായം. ജെറോബോവാമിന്റെ ഭരണത്തിന്റെ 18-ാം വർഷം അബിയ യൂദായുടെ മേൽ ഭരണം ആരംഭിച്ചു. അവൻ 3 വർഷം ജെറുസലേമിൽ ഭരണം നടത്തി. ഗിബയായിൽ നിന്നുള്ള ഊറിയേലിന്റെ പുത്രിയായിരുന്ന അവന്റെ അമ്മയുടെ പേര് മാഗ എന്നായിരുന്നു. അബിയായും ജെറോബോവാമും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. തിരഞ്ഞെടുക്കപ്പെട്ടവരായ 4 ലക്ഷം വീരയോദ്ധാക്കളുമായി അബിയ യുദ്ധത്തിന് തയ്യാറായി. ജെറോബോവാമാകട്ടെ തിരഞ്ഞെടുക്കപ്പെട്ട 8 ലക്ഷം വീരയോദ്ധാക്കളെ തന്നോടൊപ്പം അണിനിരത്തി. എഫ്രായിം മലമ്പ്രദേശത്തുള്ള സമറിയീം മലമുകളിൽ കയറി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ജെറോബോവാമും എല്ലാ ഇസ്രായേലിയരും എന്നെ കേൾക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ലവണയുടമ്പടിയാൽ ഇസ്രായേലിന്റെ മേലുള്ള രാജത്വം എന്നേക്കുമായി ദാവീദിന് അവനും അവന്റെ പുത്രന്മാർക്കും നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? എങ്കിലും ദാവീദിന്റെ പുത്രനായ സോളമന്റെ ദാസനായിരുന്ന നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം എഴുന്നേറ്റ് തന്റെ യജമാനനെതിരെ കലഹിച്ചു. നിസാരരായ ചില ദുർവൃത്തർ അവന്റെ കൂടെ ഒരുമിച്ചുകൂടി
സോളമന്റെ പുത്രനായ റഹോബോവാമിനെതിരെ പ്രബലരായി. റഹോബോവാം യുവാവും ചഞ്ചല ചിത്തനുമായിരുന്നു. അവന് അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നു, ദാവീദിന്റെ പുത്രന്മാരുടെ കയ്യിലിരിക്കുന്ന കർത്താവിന്റെ രാജത്വത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന്. നിങ്ങൾ വലിയ ഒരു ജനതയാണ്. നിങ്ങൾക്ക് ദൈവങ്ങളായി ജെറോബോവാം നിർമ്മിച്ച സ്വർണ്ണ കാളക്കുട്ടികൾ നിങ്ങളോടുകൂടെയുണ്ട്. കർത്താവിന്റെ പുരോഹിതന്മാരെ, ആറോന്റെ പുത്രന്മാരെയും ലേവായരെയും നിങ്ങൾ പുറത്താക്കുകയും ദേശങ്ങളിലെ ജനതകളെപ്പോലെ സ്വന്തമായി പുരോഹിതന്മാരെ നിയോഗിക്കുകയും ചെയ്തില്ലേ? തൻ്റെ പ്രതിഷ്ഠയ്ക്കായി ഒരു കാളക്കുട്ടിയെയും 7 മുട്ടാടുകളെയും കൊണ്ടുവരുന്ന ഏതവനും ദൈവമല്ലാത്തവയുടെ പുരോഹിതനായിത്തീരുന്നു. ഞങ്ങൾക്കാകട്ടെ കർത്താവാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ അവിടുത്തെ പരിത്യജിച്ചിട്ടില്ല. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരായി അഹറോന്റെ പുത്രന്മാരുണ്ട്. ലേവായരും ജോലിയിലുണ്ട്. അവർ ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും കർത്താവിന് ഹോമയാഗങ്ങളും പരിമള ധൂമങ്ങളും അർപ്പിക്കുന്നു. ശുദ്ധമായ മേശമേൽ കാഴ്ചയപ്പവും സ്വർണ്ണ വിളക്കുകാലും ഓരോ സായാഹ്നത്തിലും കത്തിക്കാൻ വേണ്ടി അതിൻ്റെ വിളക്കുകളും തയ്യാറാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞകൾ പാലിക്കുന്നു. നിങ്ങളാകട്ടെ അവിടുത്തെ പരിത്യജിച്ചിരിക്കുന്നു. ഇതാ, തലവനായി ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അവിടുത്തെ പുരോഹിതന്മാർ നിങ്ങൾക്കെതിരെ കാഹളം മുഴക്കാൻ തങ്ങളുടെ യുദ്ധകാഹളവുമായി നിൽക്കുന്നു. ഇസ്രായേല്യരെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കർത്താവായ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യരുത്, എന്തെന്നാൽ നിങ്ങൾ വിജയിക്കുകയില്ല. എന്നാൽ ജെറോബോവാം അവരുടെ പിന്നിൽ നിന്ന് ചെല്ലാനായി പതിയിരുപ്പ് സൈന്യത്തെ ചുറ്റും നിർത്തിയിരുന്നു. അങ്ങനെ അക്കൂട്ടർ യൂദായുടെ മുന്നിലും പതിയിരുപ്പ് സൈന്യം അവരുടെ പിന്നിലുമായിരുന്നു. യൂദ തിരിഞ്ഞപ്പോൾ ഇതാ, മുന്നിലും പിന്നിലും പട. അവർ കർത്താവിനോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളങ്ങൾ മുഴക്കി. അപ്പോൾ യൂദായിലെ ഓരോരുത്തരും ആർത്തു വിളിച്ചു. യൂദായിലെ ഓരോരുത്തരുടെയും ആരവത്തിൽ അബിയായുടെയും യൂദായുടെയും മുൻപിൽ വച്ച് ജെറോബോവാമിനെയും ഇസ്രായേൽ മുഴുവനെയും ദൈവം പ്രഹരിച്ചു. ഇസ്രായേലിയർ യൂദായുടെ മുന്നിൽ നിന്ന് പലായനം ചെയ്തു. ദൈവം അക്കൂട്ടരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അബിയായും അവന്റെ ജനവും ഒരു വൻ സംഹാരം നടത്തി. ഇസ്രായേലിൽ നിന്ന് കഴിവുറ്റ 5 ലക്ഷം യോദ്ധാക്കൾ മരിച്ചു വീണു. അങ്ങനെ അക്കാലത്ത് ഇസ്രായേലിയർ കീഴടക്കപ്പെട്ടു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചതിനാൽ യൂദാക്കാർ ശക്തരായി. ജെറോബോവാമിനെ അബിയ പിന്തുടരുകയും അവനിൽ നിന്ന് പട്ടണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ബേതേലും അതിൻ്റെ ഗ്രാമങ്ങളും, യശാനായും അതിൻ്റെ ഗ്രാമങ്ങളും, എഫ്രോണും അതിൻ്റെ ഗ്രാമങ്ങളും. അബിയായുടെ നാളുകളിൽ ജെറോബോവാമിന് ശക്തി വീണ്ടെടുക്കാനായില്ല. കർത്താവ് അവനെ പ്രഹരിക്കുകയും അവൻ മരിക്കുകയും ചെയ്തു. അബിയായാകട്ടെ പ്രബലനായി. അവൻ 14 ഭാര്യമാരെ സ്വീകരിക്കുകയും 22 പുത്രന്മാരെയും 16 പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അബിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവന്റെ രീതികളും വാക്കുകളും പ്രവാചകനായ ഇദ്ദോയുടെ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബിയ തന്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു. അവന്റെ സ്ഥാനത്ത് സ്വപുത്രനായ ആസ ഭരണമേറ്റു. അവന്റെ കാലത്ത് ദേശം 10 വർഷം ശാന്തമായിരുന്നു. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം. ആസ തന്റെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടികളിൽ നല്ലതും നേരായതും പ്രവർത്തിച്ചു. അവൻ അന്യബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു. അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അഷേരാകൾ പിഴുതെറിയുകയും ചെയ്തു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാനും നിയമവും കൽപ്പനയും പാലിക്കാനും അവൻ യൂദായോട് നിർദ്ദേശിച്ചു. യൂദാ നഗരങ്ങളിൽ നിന്നെല്ലാം പൂജാഗിരികളും ധൂമപീഠങ്ങളും അവൻ നീക്കം ചെയ്തു. അവന്റെ കീഴിൽ രാജ്യം ശാന്തമായിരുന്നു. അവൻ യൂദായിൽ കോട്ടനഗരങ്ങൾ പണിതു. എന്തെന്നാൽ രാജ്യത്ത് ശാന്തതയുണ്ടായിരുന്നു. കർത്താവ് അവന് സ്വസ്ഥത നൽകിയിരുന്നതിനാൽ ആ വർഷങ്ങളിൽ ആരും അവനുമായി യുദ്ധം ചെയ്തില്ല. അവൻ യൂദായോട് പറഞ്ഞു, നമുക്ക് ഈ പട്ടണങ്ങൾ പണിയാം. തുടർന്ന് മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് നമുക്ക് അവ വലയം ചെയ്യാം. നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ചതിനാൽ ദേശം നമ്മുടെ മുൻപിലുണ്ട്. നാം അവിടുത്തെ അന്വേഷിക്കുകയും
അവിടുന്ന് ചുറ്റുപാടും നിന്ന് നമുക്ക് സ്വസ്ഥത നൽകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അവർ അവ പണിത് പൂർത്തിയാക്കി. ആസായ്ക്ക് യൂദായിൽ നിന്ന് പരിചയും കുന്തവും വഹിക്കുന്ന 3,00,000 പടയാളികളും ബെഞ്ചമിനിൽ നിന്ന് ചെറുപരിചവാഹകരും വില്ലാളികളുമായ 2,80,000 പേരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ധീരയോദ്ധാക്കളായിരുന്നു. എത്യോപ്യനായ സേര 10,00,000 പടയാളികളും 300 രഥങ്ങളുമായി അവർക്കു നേരെ പുറപ്പെട്ടു. അവൻ മരേഷ വരെ എത്തി. ആസ അവന്റെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു. അവർ മരേഷായിലെ സെഫാത്ത താഴ്വരയിൽ യുദ്ധത്തിനായി അണിനിരന്നു. അപ്പോൾ ആസ തന്റെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, ബലവാനും ബലഹീനനുമിടയിൽ സഹായിക്കുക എന്നത് അങ്ങേക്ക് നിസ്സാരമാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടെ പക്കൽ അഭയം തേടുന്നു. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വൻ സന്നാഹത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവെ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. മർത്യൻ അങ്ങേക്കെതിരെ പിടിച്ചു നിൽക്കാതിരിക്കട്ടെ. എത്യോപ്യക്കാരെ ആസായുടെയും യൂദായുടെയും മുൻപിൽ വെച്ച് കർത്താവ് പ്രഹരിച്ചു. എത്യോപ്യക്കാർ പലായനം ചെയ്തു. ആസായും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ജനവും ഗരാർ വരെ അവരെ പിന്തുടർന്നു. എത്യോപ്യക്കാരിൽ ഒരുവനിലും ജീവൻ അവശേഷിക്കാത്ത വിധം അവർ നിബദിച്ചു. അവർ കർത്താവിന് മുൻപിലും അവിടുത്തെ സൈന്യത്തിന്റെ മുൻപിലും തകർന്നു പോയിരുന്നു. അവർ വളരെയധികം കൊള്ളവസ്തുക്കൾ കടത്തിക്കൊണ്ടുപോയി. ഗരാറിന് ചുറ്റുമുള്ള സകല പട്ടണങ്ങളും അവർ തകർത്തു. കർത്താവിനെ കുറിച്ചുള്ള ഭീതി അക്കൂട്ടരുടെ മേൽ വ്യാപിച്ചിരുന്നു. അവർ എല്ലാ പട്ടണങ്ങളും കൊള്ളയടിച്ചു. അവയിൽ ധാരാളം കൊള്ളവസ്തുക്കൾ ഉണ്ടായിരുന്നു. മൃഗങ്ങളുടെ തൊഴുത്തുകളും അവർ തകർത്തു. ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും പിടിച്ചെടുത്ത് അവർ ജെറൂസലേമിലേക്ക് മടങ്ങി. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. എന്തെന്നാൽ എൻ്റെ രക്ഷ വന്നെത്താൻ പോകുന്നു, എൻ്റെ നീതി വെളിപ്പെടാനും. ഇത് പ്രവർത്തിക്കുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യ സന്തതിയും അനുഗ്രഹീതൻ. സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മയൊന്നും പ്രവർത്തിക്കാതെ തൻ്റെ കരങ്ങളെ കാക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. കർത്താവ് തൻ്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തും എന്ന് കർത്താവിനോട് ചേർന്ന വിദേശി പറയാതിരിക്കട്ടെ. ഇതാ, ഞാൻ ഒരു ഉണക്ക വൃക്ഷമാണ് എന്ന് ഷണ്ഡനും പറയാതിരിക്കട്ടെ. കാരണം കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: എൻ്റെ സാബത്തുകൾ ആചരിക്കുകയും ഞാൻ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കുകയും എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഷണ്ഡന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിലും എൻ്റെ മതിലുകൾക്കുള്ളിലും പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. വിച്ഛേദിക്കപ്പെടാത്ത ശാശ്വത നാമം ഞാൻ അവർക്ക് നൽകും. കർത്താവിനെ സേവിക്കാനും അവിടുത്തെ നാമത്തെ സ്നേഹിക്കാനും അവിടുത്തെ ദാസരായിരിക്കാനും കർത്താവിനോട് ചേരുന്ന, സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുന്ന, എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്ന അവിടുത്തോട് ചേർന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുവരും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവരെ സന്തുഷ്ടരാക്കും. അവരുടെ ദഹനയാഗങ്ങളും ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എന്തെന്നാൽ എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. ഇസ്രായേലിൻ്റെ പുറന്തള്ളപ്പെട്ടവരെ തിരികെ ചേർക്കുന്ന നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്: അവനു വേണ്ടി ശേഖരിക്കപ്പെട്ടതിനോട് ഇനിയും ഞാൻ കൂട്ടിച്ചേർക്കും. വയലിലെ സർവ്വമൃഗങ്ങളെ, വനത്തിലെ സകല മൃഗങ്ങളെ ഭക്ഷിക്കാൻ വരുവിൻ. അവൻ്റെ കാവൽക്കാരെല്ലാം അന്ധരാണ്, അവർ അറിവില്ലാത്തവരാണ്. അവരെല്ലാം മൂകരായ നായ്ക്കളാണ്, അവർക്ക് കുരയ്ക്കാനാവില്ല. അവർ കിടന്ന് സ്വപ്നം കാണുന്നു, അവർ നിദ്രാപ്രിയരാണ്. ആർത്തി പിടിച്ച നായ്ക്കളാണവർ, തൃപ്തി അറിയാത്തവർ, വിവേചിക്കാൻ അറിയാത്ത ഇടയന്മാർ തന്നെ. അവരെല്ലാം സ്വന്തം വഴിക്ക് തിരിഞ്ഞു, ഓരോരുത്തനും തൻ്റെ പരിധിയിൽ നിന്നുള്ള സ്വാർത്ഥ ലാഭത്തിനായി തന്നെ. വരുവിൻ, നമുക്ക് മദ്യപിക്കാനായി ഞാൻ വീര്യമേറിയ വീഞ്ഞെടുക്കാം, ഇതുപോലെ തന്നെ അതീവ സമൃദ്ധമായിരിക്കും നാളെയും എന്നവർ പറയുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം. അന്നാളുകളിൽ ശിഷ്യർ വർദ്ധിച്ചു കൊണ്ടിരിക്കെ പ്രതിദിനമുള്ള ശുശ്രൂഷയിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു: ഞങ്ങൾ ദൈവവചനത്തിൽ ഉപേക്ഷ കാണിച്ച് മേശകളിൽ ശുശ്രൂഷിക്കുന്നത് നന്നല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ
7 പേരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുവിൻ. ഞങ്ങൾ അവരെ ഇക്കാര്യത്തിന് നിയമിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വിശ്വസ്തയോടെ വ്യാപരിക്കാം. ആ വാക്ക് സംഘത്തിന് മുഴുവൻ പ്രീതികരമായി. വിശ്വാസത്താലും പരിശുദ്ധാത്മാവാലും നിറഞ്ഞ സ്തേഫാനോസിനെയും പീലിപ്പോസ്, പ്രൊക്കോറോസ്, നിക്കാനോർ, ടീമോൻ, പർമേനാസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യാക്കാരൻ നിക്കൊളാവോസ് എന്നിവരെയും അവർ തിരഞ്ഞെടുത്തു. അവരെ അപ്പസ്തോലന്മാരുടെ മുൻപിൽ നിർത്തി. അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു. ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം ഏറെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരുടെ ഒരു വലിയ ഗണം വിശ്വാസത്തോട് അനുസരണമുള്ളവരായി. സ്തേഫാനോസ് കൃപയും ശക്തിയും കൊണ്ട് നിറഞ്ഞ് അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. സ്വതന്ത്രന്മാരുടേത് എന്നറിയപ്പെട്ടിരുന്ന സിനഗോഗിലെ ചില അംഗങ്ങളും സൈറീൻകാരും അലക്സാണ്ട്രിയക്കാരും കിലിക്യായിലും ഏഷ്യയിലും നിന്നുള്ളവരും എഴുന്നേറ്റ് സ്തേഫാനോസിനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. എന്നാൽ അവൻ്റെ ജ്ഞാനത്തെയും അവൻ്റെ സംസാരത്തിലെ ആത്മാവിനെയും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണവാക്കുകൾ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയാൻ ആളുകളെ രഹസ്യത്തിൽ അവർ പ്രേരിപ്പിച്ചു. അവർ ജനത്തെയും ശ്രേഷ്ഠന്മാരെയും നിയമജ്ഞരെയും ഇളക്കുകയും അടുത്തുവന്ന് അവനെ പിടികൂടി ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയും ചെയ്തു. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു, ഈ മനുഷ്യൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനും എതിരായ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് വിരമിക്കുന്നില്ല. നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും നമുക്ക് മോശ ഏൽപ്പിച്ചു തന്നിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു. ന്യായാധിപ സംഘത്തിലിരുന്ന സകലരും അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന്റെ മുഖം ഒരു ദേവദൂതന്റെ മുഖം പോലെ കണ്ടു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ